ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഹാകുരുത്തക്കേടായിരുന്നു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അന്ന് ഒരു കുറെ ഫ്രണ്ട്സും ഗാങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ കരാട്ടെ കുംഫൊക്കെ പഠിച്ച് നടക്കുന്ന ടീമായിട്ട് നടക്കുന്ന കാലങ്ങള്. എല്ലാവരും ഇഷ്ടിയെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ റെക്കോർഡ് എത്ര ഇഷ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ശരിയാവാണ്ടായപ്പോ ഫാദർ എന്നെ ബോംബെയില്, എൻ്റെ ഒരു അകന്ന ബന്ധുണ്ട്, ഒരു അങ്കിള്, അവിടെ കൊണ്ടാക്കി. അപ്പൊ ബോംബെ കണ്ടു, അധോലോകം കണ്ടു. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോവാന്ന് പറ. അങ്കിളാണെങ്കിൽ ഇന്നിപ്പോ ദാവൂദ് ഇബ്രാഹിം ആണ് അണ്ടർവേൾഡ്. അന്ന് ഹാജി മസ്താനായിരുന്നു അണ്ടർവേൾഡ്. പുള്ളിയുടെ ഒക്കെ ഒരു ലെഫ്റ്റ് ഹാൻഡ് പോലത്തെ ഒരാളായിരുന്നു. സാധാരണ എല്ലാവരും വലം കൈന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ചിരിക്കുകയാണോ കരയുകയാണോ? ആ സമയത്താണ് അവിടെ അങ്കിളിന്റെ ഒരു ഏരിയയില്, സ്ട്രീറ്റില് ഞങ്ങള് പോകുമ്പോ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായി. അപ്പൊ ഞാൻ 2 പേരെ ഒറ്റയ്ക്ക് ഇടിച്ചു വീഴ്ത്തി. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. അത് കണ്ടിട്ട് അന്ന് അവിടുത്തെ ഒരു ഹെഡ് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയും എനിക്കൊരു ഇൻവിറ്റേഷൻ തരികയും ചെയ്തു. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കാം. അവിടെ ഒരു ദാദയാകാം. ദാദോങ്ക ദാദ, വല്ലഭനക്ക് വല്ലഭൻ, ദാദോങ്ക ബീച്ച് മേ ഏക് ബഡാ ദാദ. അപ്പൊ എനിക്കിഷ്ടായി, ഞാൻ തയ്യാറായി. അവരുടെ ഒരു ചെറിയ ടീമിന്റെ ഒരു ലീഡറാക്കി മാറ്റാമെന്നും ദിവസേന 1000 രൂപ, അന്നത്തെ 1000 രൂപ ഇന്നത്തെ 1 ലക്ഷമാണ്. ഡെയിലി പോയി കൊട്ടേഷൻ എടുക്കുക. സിനിമയിലെ പോലെ ഒരു ഡോൺ ആവണം, അണ്ടർവേൾഡ് ആവണം, ആക്ഷൻ. ദിവസവും 1000 രൂപയും ഒരു തോക്കും കൂടെ 6 പേരും. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.